ഖദീജ ഏകപക്ഷീയമായി പ്രവാചകനെ പ്രണയിക്കുകയായിരുന്നില്ല. മുഹമ്മദ് ഖദീജയെ അങ്ങോട്ടും പ്രണയിച്ചിരുന്നു. അത് അവരുടെ വിവാഹ ഖുതുബയിൽ അബൂ താലിബ് പറയുന്നുണ്ട്. അദ്ദേഹം ആ ഖുതുബയിൽ പറയുന്നുണ്ട്, ഇന്ന ഇബ്ന അഖി ഹാദാ മുഹമ്മദ് ലാ യൂസനു ബിഹി റജുലുൻ മിൻ ഖുറൈശ്. ഇതാ എന്റെ സഹോദരപുത്രൻ മുഹമ്മദ്, ഈ അറേബ്യൻ നാട്ടിൽ ഒരാളോടും തുലനം ചെയ്യാൻ കഴിയാത്ത വ്യക്തിത്വം. ഇല്ലാ റജഹ അലൈഹി ബിർറ വഫദ്ല വകറമ വഅഖല വമജ്ദ. ഈ ചെറുപ്പക്കാരനായ എന്റെ സഹോദരപുത്രൻ മുഹമ്മദിന്റെ അത്ര മഹത്വമുള്ള, അത്രമേൽ ബുദ്ധിശാലിയായ, അത്രമേൽ ഗുണവാനായ ഒരാളെ അറേബ്യൻ പ്രദേശത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷേ മുഹമ്മദ് ദരിദ്രനായിരിക്കാം. ഫഇന്നൽ മാല ദില്ലുൻ സായിലുൻ. പക്ഷേ പണമല്ലല്ലോ മഹത്വത്തെ അളക്കുന്നത്. വഅംറുൻ ഹായിലുൻ. അത് കേവലം ഒരു മായ കാഴ്ചയാണ്. വഹുവ വല്ലാഹി ബഅദ ഹാദാ ലഹു നബഉൻ അലീം. എനിക്ക് ഉറപ്പുണ്ട് മുഹമ്മദ് ഇവിടെയൊന്നുമല്ല നിൽക്കുക. മുഹമ്മദിന് വലിയ എന്തൊക്കെയോ ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. വലഹു ഫിൽ ഖദീജത്തി റഗ്ബത്തുൻ. മുഹമ്മദിന് ഖദീജയോട് പ്രണയമാണ്. വലഹാ ഫീഹി മിസ്ലു ദാലിക. ഖദീജക്ക് മുഹമ്മദിനോടും പ്രണയമാണ്. വമാ അഹ്ബബ്തും മിന സദാഖി ഫഅലയ്യ. എന്താണോ നിങ്ങൾ നിശ്ചയിക്കുന്ന മഹർ, അത് കൊടുക്കാൻ ബാധ്യസ്ഥനായവൻ ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബാണ് പ്രവാചകന്റെ ഖുതുബ നിർവഹിക്കുന്നത്. റഹീഖുൽ മഖ്തൂമിൽ 14-ാം പേജിൽ ഈ ഖുതുബ സമ്പൂർണ്ണമായ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്.